ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. വയനാട് വൈത്തിരിയിലുള്ള എൻ്റെ ഒരു സുഹൃത്തിനെ കാണാനായിട്ട് എൻ്റെ നാട്ടിൽ നിന്ന് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ ബൈക്കും കൊണ്ട് ഇറങ്ങിയതാണ്. ഒരു ദിവസം രാവിലെ 11 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഉച്ച സമയം 2:30 മണിക്ക് ഞങ്ങൾ അവിടെ എത്തി. സുഹൃത്തിനെയും കണ്ട് കുറിച്ചർമല വാട്ടർഫാളും പോയി കണ്ട് അവിടേക്ക് ഒന്ന് ഇറങ്ങി കുളിച്ച് നേരെ നാട്ടിലേക്ക് തിരിച്ചു പോന്ന്. വേറെ എവിടെയും വിസിറ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, ഷെയർ, കമൻറ്റ്, ലൈക്ക് എല്ലാം ഉണ്ടായിക്കോട്ടെ. മുന്നോട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. മലപ്പുറം വേങ്ങരയിൽ നിന്നും കുന്നുംപുറം കുണ്ടോട്ടി എടവണ്ണപ്പാറ വഴിയാണ് ഞങ്ങൾ പോകുന്നത്. ഇതിപ്പോൾ കുന്നുംപുറം ജംഗ്ഷൻ, ഇവിടുന്ന് റൈറ്റിലോട്ട് എടുത്താൽ കുണ്ടോട്ടി ടൗണ്, കോഴിക്കോട് എയർപോർട്ടിലോട്ടൊക്കെ പോകാം. ഞങ്ങൾ എയർപോർട്ട് റോഡ് വഴിയാണ് പോകുന്നത്. എയർപോർട്ട് റോഡ് വഴി പോയിട്ട് പാലക്കാട് കോഴിക്കോട് മെയിൻ ഹൈവേയിൽ ജംഗ്ഷൻ എത്തി അവിടെ നിന്ന് കുണ്ടോട്ടി ടൗൺ ഭാഗത്തോട്ട് പോയാൽ എടവണ്ണപ്പാറ റൂട്ടിന് കയറാം. ഈ ജംഗ്ഷനിൽ നിന്നും ലെഫ്റ്റിലോട്ട് എടുത്താൽ എയർപോർട്ട് റോഡായി. എയർപോർട്ടിൻ്റെ തൊട്ട് പരിസരത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. കോഴിക്കോട് എയർപോർട്ടിൻ്റെ റൺവേ നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എല്ലാം പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഈ പോകുന്ന ഭാഗത്തായിട്ട് കാണാൻ പറ്റും. ഈ ഭാഗത്തൊക്കെ ആയിട്ടാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടറ്റത്തായിട്ട് നടക്കുന്നുണ്ട്. ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലോട്ട് എടുത്താൽ എയർപോർട്ട് റോഡായി. ഇത് അവിടെ നിന്ന് ഒരു 200 മീറ്ററേ ഉണ്ടാവുള്ളൂ. ലെഫ്റ്റിലോട്ട് എടുത്ത് നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ കോഴിക്കോട് പാലക്കാട് മെയിൻ ഹൈവേയിലെത്തും. കോഴിക്കോട് പാലക്കാട് ഹൈവേ ജംഗ്ഷനിലെത്തിയപ്പോൾ റൂട്ടൊന്ന് മാറിപ്പോയി. ഞങ്ങൾ കോഴിക്കോട് ഭാഗത്തോട്ടാണ് വണ്ടി എടുത്തത്. അപ്പോൾ ഇവിടുന്ന് യൂ ടേൺ എടുത്തിട്ട് കുണ്ടോട്ടി ഭാഗത്തോട്ട് തിരിഞ്ഞ് ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എടവണ്ണപ്പാറ റോഡ് എത്തും. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റിലോട്ട് എടുത്താൽ എടവണ്ണപ്പാറ റോഡ്. കുണ്ടോട്ടിയിൽ നിന്ന് എടവണ്ണപ്പാറ റോട്ടിന് കയറി ഉച്ചയ്ക്ക് ഒരു 12:30 മണിയായിട്ടുണ്ട്. ഞങ്ങൾ ഹോട്ടലിങ്ങനെ നോക്കി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ബിരിയാണി സെൻറ്റർ എന്നുള്ള ബോർഡ് ഇവിടെ കണ്ടത്. 90 രൂപക്ക് ബിരിയാണി. അപ്പോൾ ഇവിടുന്ന് ഉച്ചക്കത്തെ ഫുഡ് ഇവിടുന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് വീണ്ടും ഞങ്ങൾ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് റോഡ് സൈഡിൽ ഒരു മയിലിനെല്ലാം കണ്ടത്. എടവണ്ണപ്പാറയിൽ നിന്ന് കൂലിമാട് പാലം കയറി ഇറങ്ങി മാണാശ്ശേരി വഴി അഗസ്ത്യാമുഴി, തിരുവമ്പാടി, ഈങ്ങാപ്പുഴ, അടിവാരം റോട്ടിലാണ് ഞങ്ങൾ വന്നെത്തിയത്. അവിടുന്ന് പിന്നെ നേരെ ചുരം കയറിയിട്ട് വൈത്തിരി പോയി.
വൈത്തിരിയിൽ നിന്ന് ബാണാസുര ഡാമിലോട്ട് പോകുന്ന റൂട്ടിലൂടെയാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വൈത്തിരിയിലുള്ള എൻ്റെ സുഹൃത്തിനെ കണ്ട് ഈ റൂട്ടിലൂടെ ഒരു 8 കിലോമീറ്റർ മുന്നോട്ട് പോകണം, കുറിച്യർമല വെള്ളച്ചാട്ടത്തിലോട്ട്. ഈ വീടിൻ്റെ സൗണ്ടും വെള്ളം ചാടിൻ്റെ സൗണ്ടൊക്കെ കേട്ട് നല്ല രസം. വെള്ളത്തിലൊക്കെ ഇറങ്ങി നല്ല തണുത്ത വെള്ളമായിരുന്നു. കുറച്ച് സമയമൊക്കെ ഞങ്ങളങ്ങനെ ഇവിടെ നിന്നു. അധികം നിന്നില്ല. സമയം ഇങ്ങനെ ഇരുട്ടായി തുടങ്ങിയതുകൊണ്ട് ഞങ്ങൾ പിന്നെ നാട്ടിലോട്ട് ഇരിക്കാനുള്ള തയ്യാറെടുപ്പായി. വെള്ളം കുറവ് തന്നെയായിരുന്നു. അല്ല, മഴപ്പോൾ 2 ദിവസം കുറവ് വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് റിട്ടേൺ പോകുന്നു. വൈകുന്നേരം ഏകദേശം ഒരു 5 മണിയായിട്ടുണ്ട്. ഞങ്ങൾ ചുരം തിരിച്ചിറങ്ങുകയാണ്. നല്ല കോട മൂടി ഇങ്ങനെ നിൽക്കുകയാണ്. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് വൈകുന്നേരം സമയമില്ല, നല്ല തിരക്കുണ്ട്, വണ്ടി തിരക്ക് നല്ല ഉണ്ട്.